ഈ മഴക്കാലത്ത് നമ്മുടെ റോഡും പരിസരവും ഒരു രക്ഷയില്ല. ഫുള്ള് ചെളിയും ചേറും കുണ്ടും കുഴിയും തെന്നുന്ന സ്ഥലങ്ങളുമായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. സോ ഇങ്ങനെ ഈ കാലത്ത് റോഡിലൂടെ നടക്കുമ്പോൾ നിർഭാഗ്യവാന്മാരായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ്, നമ്മുടെ കൈയും തലയും ചിലപ്പോൾ കഷ്ടകാലം പിടിച്ച ഈ മഴക്കാലത്തായിരിക്കും ചിലപ്പം ഈ കൈയൊടിയിലും കാലൊടിയിലും ഒക്കെ കിട്ടുന്നത് തെന്നി വീണിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കുക, തെന്നാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള സാഹചര്യം. എങ്ങനെയാണെങ്കിലും നമ്മൾ സ്ട്രോങ് ആയിട്ട് തെന്നാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ചെരുപ്പ് ശ്രദ്ധിക്കുക. ലെതറും ഫാൻസിയും ഹീൽസും ഒക്കെ ഉള്ള ചെരുപ്പുകളൊക്കെ മാറ്റിയിട്ട് ഈ സ്ട്രോങ് ഗ്രിപ്പുള്ള ഷൂസുകൾ, ഭംഗി വേണ്ട ഗ്രിപ്പുള്ള ഷൂസുകൾ ചെരുപ്പുകളൊക്കെ ആക്കിയിട്ട് മാറ്റുക. റബ്ബർ ടൈപ്പ് കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇത്തരത്തിലുള്ള വഴി കൂടെ നടക്കുമ്പോൾ ഓടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മെല്ലെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് നടന്നു പോകുന്നതാണ് നല്ലത്. പിന്നെ ഓടയിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് നമ്മുടെ കാലുമായിട്ട് കോണ്ടാക്ട് ചെയ്തുന്നുണ്ട് എന്ന് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്കോ ഓഫീസിലേക്കോ വീട്ടിലേക്കോ കയറുന്നതിന് മുന്നേ കാല് സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം മാത്രം കയറുക. കാരണം ഇത്തരത്തിലുള്ള ഈ ഓടയിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തിൽ എലിയുടെ വിസർജ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കാരണം എലിപ്പനി വരാനുള്ള ചാൻസ് ഉണ്ട്. എലിപ്പനി നമുക്കറിയാം കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഫീവറാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ കോണ്ടാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തിട്ട് മാത്രം തിരിച്ച് കയറുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ മഴക്കാലത്ത് റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ, മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധശേഷിയും പനിയുടെ സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ ഭക്ഷണങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് റെയിനി സീസണോ മഴക്കാലം എന്നൊന്നും പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലേലിസ്റ്റ് ആവശ്യമുള്ളവരാണെങ്കിൽ പോയി കാണുകയും ചെയ്യാം. താങ്ക് യു.